എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് സ്കിൻ കെയർ വ്ളോഗാട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് വ്ളോഗായിട്ട് എടുക്കാനൊന്നുമില്ല. എൻ്റെ ഒരു വീക്കെൻഡ് ഞാൻ ചെയ്യുന്ന കുറച്ച് സ്കിൻ കെയർ പരിപാടിയൊക്കെ. സാധാരണയായിട്ട് ഇങ്ങനെയൊന്നും അങ്ങനെ ചെയ്യാറില്ല, വല്ലപ്പോഴൊക്കെയാണ്. ഇപ്പോൾ തന്നെ 2-3 മാസമായിട്ടുണ്ടാവും മടി പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ഒരൊറ്റ ബുദ്ധിക്ക് ഇന്ന് ചെയ്തേ മതിയാവണം എന്നുള്ളതുകൊണ്ട് അങ്ങ് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും അത് വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു. കാരണം ഇത് എപ്പോഴും കിട്ടുന്ന ഒരു അവസരമല്ലല്ലോ, വല്ലപ്പോഴും കിട്ടുന്ന സുവർണ്ണ അവസരമല്ലേ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് തന്നെ തലയിൽ എണ്ണ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ തലയൊന്ന് ആദ്യം ചീപ്പ് വെച്ച് നല്ലപോലെ ഒന്ന് ഈരി, എന്നിട്ട് എണ്ണ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒരു മസാജർ യൂസ് ചെയ്ത് ഒരു 5 to 10 മിനിറ്റ്സ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്തേക്കുന്ന എണ്ണ ഞാൻ വീട്ടിൽ തന്നെ കാച്ച എണ്ണയാട്ടോ. അപ്പം വേറെ ഞാൻ പുറത്തുനിന്ന് എണ്ണ മേടിച്ച് അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ എണ്ണയൊക്കെ വെച്ച് അങ്ങനെ മസാജും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുടി അങ്ങ് കെട്ടിവെക്കും. ഞാനിതൊരു 30 to 45 മിനിറ്റ്സ് വരെ ഇങ്ങനെ വെക്കാറുണ്ട്. കാരണം നമ്മൾ ആ തേച്ച എണ്ണയൊക്കെ നമ്മുടെ സ്കാൽപ്പിലേക്ക് നല്ലപോലെ ഒന്ന് ഇറങ്ങി ഒന്ന് പിടിക്കാൻ വേണ്ടിയാട്ടോ. അപ്പം ഇത് കഴിഞ്ഞ് ഇനി ബാക്കി പരിപാടിയൊക്കെ നമുക്ക് നോക്കിയാൽ മതി. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്യാനാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വീട്ടിൽ തന്നെ കിട്ടുന്ന കുറച്ച് ഐറ്റംസ് വെച്ച് ഒരു മിക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അരിപ്പൊടിയും കാപ്പിപ്പൊടിയും കൂടെ ഇത്തിരി പാല് കൂടി ചേർത്ത് ഞാൻ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ഫേസിലിട്ട് ഒന്ന് നല്ലപോലെ ഒരു 2 to 3 മിനിറ്റ്സ് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് നോർമൽ വാട്ടറിലൊന്ന് കഴുകി കളയാം കേട്ടോ. ഞാൻ അങ്ങനെ പുറത്തുനിന്ന് മേടിക്കുന്ന സാധനങ്ങളൊന്നും ഫേസിലോ അല്ല ഹെയറിലോ യൂസ് ചെയ്യാറില്ല. അങ്ങനെ യൂസ് ചെയ്യാത്തതാണ് നമുക്ക് നല്ലത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഒന്ന് ഫേസ് പാക്ക് കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ആ സെയിം ഐറ്റംസ് വെച്ച് തന്നെയാണ്. അരിപ്പൊടിയും കാപ്പിപ്പൊടിയും പാലും പിന്നെ കൂടി ഇത്തിരി തേനും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമ്മൾ ഫേസിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഫേസ് പാക്ക് ഒന്ന് ഇട്ടിട്ട് നമുക്കൊരു 10 മിനിറ്റ് അത് മുഖത്തൊന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കണം. ആ ടൈം കൊണ്ട് നമുക്ക് കാലിൻ്റെ കാര്യം ഒന്ന് സെറ്റാക്കാം. കുറേ നാളായിരുന്നു ഞാൻ ഈ നെയിൽ പോളിഷ് ഒന്ന് റിമൂവ് ചെയ്യാനുള്ള മടി കൊണ്ട് നേരത്തെ ഇട്ടിരുന്ന നെയിൽ പോളിഷിൻ്റെ മേലെ കൂടെ ഒന്നുകൂടി ഇട്ടുകൊണ്ടാണ് ഇത്രയും കാലം നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് നഖം കൂടി ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. പണ്ടൊക്കെ ഇതിനായിട്ട് ടൈം മാറ്റി വെച്ച് കറക്റ്റായിട്ട് ഞാൻ ചെയ്യാമായിരുന്നു. ഇപ്പം മടി കാരണം അതൊന്നും ചെയ്യാറില്ല. അത് കഴിഞ്ഞ് ഞാനൊന്ന് ഫുഡ് കഴിച്ചായിരുന്നു. അതും കഴിഞ്ഞ് ഞാൻ പിന്നെ ഒന്ന് കുളിക്കാൻ കയറിയിട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പും കണ്ടീഷണറൊക്കെ ഇതാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി നമ്മുടെ മുടി ഒന്ന് സെറ്റ് ചെയ്യണം. വലിയ പരിപാടിയൊന്നുമില്ല. ഞാൻ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫോർഹെഡ് ഉണ്ട്. അപ്പം മുടി കൊഴിച്ചിലും ഉള്ളതുകൊണ്ട് ഞാൻ ഇതൊന്ന് യൂസ് ചെയ്യുന്നു കേട്ടോ. എന്നിട്ട് അതൊരു 10 മിനിറ്റ് ഒരു 5 മിനിറ്റ് ഞാൻ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും. ആ സ്കാൽപ്പിലേക്കൊന്ന് അതൊന്ന് പിടിക്കാൻ വേണ്ടി കേട്ടോ. ഞാൻ മുടി നനവോട് കൂടിയാണ് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഡ്രയർ വെച്ചൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. വേറൊന്നുമല്ല, ഞാൻ ഇപ്പോൾ രാത്രിയാണ് കുളിച്ച് കഴിഞ്ഞ്. ഇനിയിപ്പോൾ മഴയും തണുപ്പായതുകൊണ്ട് മുടി ഉണങ്ങാൻ നല്ല ലേറ്റ് ആവും. അതുകൊണ്ടാണ് ഞാൻ ഈ ഡ്രയർ യൂസ് ചെയ്യുന്നത്. നോർമലി ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പകലൊക്കെ ആണെങ്കിൽ തന്നെ മുടി കാറ്റടിച്ച് ഉണങ്ങാനാണ് എനിക്കും ഇഷ്ടം, മുടിക്കും ഇഷ്ടം. അങ്ങനെ മുടി ഒന്ന് ഡ്രൈ ചെയ്ത് കഴിഞ്ഞ് ഞാനൊരു സിറം കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ ഇത് എപ്പോഴും തന്നെ അപ്ലൈ ചെയ്യുന്നതാണ്. കാരണം എൻ്റെ മുടി നല്ല ഡ്രൈ ആൻഡ് ഫ്രിസിയാണ്. അപ്പം ഞാൻ കുളി കഴിഞ്ഞു, പ്രത്യേകിച്ച് ഷാമ്പു ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇതുപോലെ നമ്മൾ ഹെയർ ഡ്രയർ യൂസ് ചെയ്ത് ഒന്ന് ഹീറ്റ് ചെയ്യുകയാണെങ്കിലും പിന്നെ പുറത്തേക്ക് പോകുമ്പോൾ അങ്ങനെയൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ ഇത് 2-3 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുന്നുണ്ട്. എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടിയോണ്ടാണ് ഞാനിപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മുടിയിലുള്ള പരിപാടി. ഇത് കഴിഞ്ഞ് നമുക്ക് അടുത്തത് സ്കിൻ കെയർ ആണ്. പ്രത്യേകിച്ച് വലിയ സ്റ്റെപ്പൊന്നുമില്ല. 3 ഐറ്റംസ് ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ആദ്യം ഈ നയാസിനമൈഡിൻ്റെ ഈ ഒരു സെറം യൂസ് ചെയ്യും. എനിക്ക് എൻ്റെ ഫേസിൽ കുറേ കുഞ്ഞു പിമ്പിൾസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അത്യാവശ്യം ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഈ സെറം ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഫേസിൽ എന്ത് അപ്ലൈ ചെയ്താലും അതിൻ്റെ കൂടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് മോയ്സ്ചറൈസർ എന്നുള്ളത്. അപ്പോൾ അതുകൂടി ഞാൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഫേസ് കെയർ എന്ന് ഞാൻ പറഞ്ഞില്ല, വലിയ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ ഇതൊക്കെ നോർമലി ചെയ്യാറ് ഫുഡൊക്കെ കഴിച്ച് രാത്രി ബ്രഷൊക്കെ ചെയ്താണ്. ഞാൻ നേരത്തെ ഫുഡ് കഴിച്ചുകൊണ്ട് പല്ല് തേപ്പും കുളിയൊക്കെ നേരത്തെ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഈ കൂടെ അങ്ങ് ഫേസ് കെയറും കൂടെ ചെയ്തു കേട്ടോ. പിന്നെ ലാസ്റ്റായിട്ട് ഞാനൊരു ലിപ് ബാമായിട്ട് വാസ്ലിൻ കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ നോർമലി യൂസ് ചെയ്യുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ബീട്രൂട്ടിൻ്റെ ഒരു ലിപ് ബാമാണ്. അതിപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഈ ഒരു വാസ്ലിനും കൂടെ യൂസ് ചെയ്തു. പിന്നെ നേരത്തെ നമ്മൾ നെയിൽ പോളിഷൊക്കെ റിമൂവ് ചെയ്തായിരുന്നല്ലോ. ശരിക്കും ഞാൻ ഇത് ഇടണ്ടെന്നോർത്ത് പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെച്ചതാണ്. പിന്നെ എന്തായാലും പരിപാടിയൊക്കെ നേരത്തെ കഴിഞ്ഞതുകൊണ്ടും ടൈം ഉണ്ടായിരുന്നുകൊണ്ടും അത് കൂടെ ഇട്ടു കേട്ടോ. പിന്നെ മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് കിടക്കാൻ നേരം ആയതുകൊണ്ട് ഉണങ്ങിയില്ലെന്നുള്ളതുകൊണ്ട് ഞാൻ ഹെയർ ഡ്രയർ വെച്ച് ഒന്ന് ഉണക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഫൈനൽ റിസൾട്ടൊക്കെ ഒന്ന് നോക്കി ആസ്വദിച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ സിമ്പിളായിട്ടുള്ള സെൽഫ് കെയർ റുട്ടീന്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. കൂടെ നിങ്ങളുടെ കമൻസ് കൂടെ ഷെയർ ചെയ്യട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.